ഇന്ന് നോമ്പ് 10 നമ്മൾ കടന്നിരിക്കുകയാണ്. റഹ്മത്തിന്റെ അവസാന രാത്രിയാണ്. നാളെ രാത്രിയിലും അള്ളാഹു റഹ്മത്ത് ചെയ്യും. പക്ഷെ ഇന്ന് രാത്രിയിൽ ചെയ്യുന്നത് പോലെ ചെയ്യൂല. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ ഇന്നത്തെ ഈ രാവിലും നാളത്തെ പകലിലും കൂടി അള്ളാഹു പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് കനിയുന്ന ഔദാര്യത്തിൽ നാം പെട്ടില്ലെങ്കിൽ കാര്യം വളരെ ഭീതിതാവസ്ഥയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഥമ പരിശുദ്ധ 10 അവന്റെ റഹ്മത്തിന്റെ വിജയ പട്ടികയിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിവസമാണെങ്കിലോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിയോഗം പ്രാപിച്ച ദിവസമാണ്. അവര് വിശുദ്ധ റമദാനിലെ 10ാമത്തെ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഖദീജയെ കുറിച്ച് പഠന ക്ലാസ്സിൽ വിശാലമായ ഒരു ചർച്ച മിനിഞ്ഞാന്ന് നടന്നിട്ടുണ്ട്. എന്നാലും അവിടെ പങ്കെടുക്കാത്ത ചില ആളുകളൊക്കെ അവിടെ സംഘടിക്കുന്നത് കൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി അവരെ ഓർമ്മയിൽ ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പിരിയാം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സത്യത്തിൽ ഇസ്ലാം കാര്യത്തിൽ 4 കാര്യവും ചെയ്യാത്ത ആളാണ്. ഇസ്ലാം കാര്യം 5ആണ്. അതിൽ 4ഉം ഖദീജ ബീവി ചെയ്തിട്ടില്ല. 5 വക്ത് നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. 4 ഇതൊക്കെ ചെയ്ത ആളുകളുടെ മുന്നിലാണ് അവർ സ്വർഗത്തിലുള്ളത്. ഖദീജ നിസ്കരിച്ചിട്ടൊന്നുമില്ല, സുബഹി നിസ്കരിച്ചിട്ടില്ല. എന്താ അവരെല്ലാരും കൂടി എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ച്, ഇത് എന്തോ ഒരു ജന്തുവാണ്, ഓരോ ദിവസം പുതിയ ഓരോ കിറ്റേറ്റ് വരും ഈ സാധനം എന്നൽക്കല്ലോ ഇപ്പൊ നിങ്ങൾ നോക്കണേ. ഞാനത് ബോധപൂർവം തന്നെയാണ് പറയണത്. ഞാനിത് ഓരോ ദിവസം പുതിയത് പറയുന്നില്ല, ഉള്ളത് പുതിയത് പാക്കാക്കി തരികയാണ്. ഖദീജ ബീവി ഒരൊറ്റ വക്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് നോറ്റിട്ടില്ല. ഹജ്ജിന്റെ ആ ഭാഗത്തൊക്കെ പോയിട്ടന്നില്ല, എന്നിട്ടല്ല അറഫ കണ്ടുകളോന്നാണ്. സക്കാത്ത് കൊടുത്തിട്ടില്ലാന്ന്. ഇനിയിപ്പോ എന്താ നമുക്ക് വേണ്ടേ, നമ്മളും അങ്ങനെ ചൊളിയിൽ നടന്നാലും ജയിച്ചിലാവുന്ന. എന്നാലും ഖദീജ ബീവി സ്വർഗത്തിൽ മുന്നിലാണ്. ഇതിന് ബാക്കിലെ പെണ്ണുങ്ങളൊക്കെ പോവുള്ളൂ. കാരണം എന്താ അറിയോ, അന്ന് ഇസ്ലാം കാര്യത്തിൽ 4 കാര്യം ഇല്ല. അതാണ്, അന്ന് നിസ്കാരം ഫർളാക്കപ്പെട്ടിട്ടില്ല. ഹജ്ജും സക്കാത്തും നോമ്പൊക്കെ വരുന്ന മദീനി പോയതിന്റെ ശേഷമാണ്. ഖദീജ ബീവി മക്കത്ത് തന്നെ വഫാത്തായതല്ലേ, ഹിജ്റ പോയിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ അവരുടെ കൽബിൽ തുടിച്ച് സ്പന്ദിച്ച് കരകവിഞ്ഞൊഴുകിയ ഒരു ഇസ്മാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് അവരുടെ പവർ. അല്ലാഹു റസൂൽ അവരുടെ കൽബിൽ നിറഞ്ഞ് തുളുമ്പി കരകവിഞ്ഞൊഴുകിയിരുന്നു. അതാണ് അവരുടെ പ്രത്യേകത. ഇനി പിന്നെ ഇസ്ലാം കാര്യത്തിൽ കർമ്മങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരാള് എല്ലാ കർമ്മങ്ങളിലും A+ വാങ്ങി ജേതാവായാലും ബീവിച്ചിന്റെ 1000-ൽ അംശം പോലും അയാൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എത്തൂല. അത്ര വലിയ ആധ്യാത്മിക രാജാത്തിയായി ഖദീജത്തുൽ കുബ്ര. അതാണ് കാരണം, അവരുടെ ഹൃത്തടത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയിരുന്നു മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വളച്ചുകെട്ടില്ലാതെ തുറന്ന ആ കാര്യം രസകരമായി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിരുന്നില്ല, ആയിഷാവും പറയണം. പക്ഷെ എനിക്ക് ഖദീജാവിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ആരോടും അങ്ങനെ അവര് പറഞ്ഞതിന് ഈറ ഉണ്ടായിരുന്നില്ല. ഈറ ഖദീജ അല്ലാത്ത ആരോടും എനിക്ക് അങ്ങനെ ഈറ ഉണ്ടായിട്ടില്ല, ദേഷ്യം ഉണ്ടായിട്ടില്ല. ഖദീജാവിനോട് എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ, എപ്പോ നോക്കിയാലും മുത്തു മുസ്തഫാക്ക് പണി അവരെ മദ്ഹ് അങ്ങനെ പറയലാണ്. അവരാണെങ്കിലെ ഖബറ് കിടക്കുവാണ്. അപ്പൊ ഒരിക്കലും ആയിഷ ബീവി പറഞ്ഞു, അക്കാനത്ത് ഹിയ അജൂസ, അക്കാനത്ത് ഹിയൽ അജൂസ. നിങ്ങൾ ഇങ്ങനെ എത്ര പൊക്കി പിടിച്ച് പറഞ്ഞിട്ട് എന്തായിരുന്നു, അത് ഖുറൈശിയിലെ ഒരു തള്ളല്ലായിരുന്നു ചോദിച്ചു. അത് ചോദിക്കുമല്ലോ, കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയല്ല. അത് വേണം, അവൻ തെറ്റുള്ള കാര്യമല്ല കേട്ടോ. അവൻ തെറ്റുള്ള കാര്യമില്ല.
അത് ശരി, സ്വന്തം ഭാര്യക്ക് ഭർത്താവിനോട് അത്ര ഒരു ഇഷ്ടമില്ലെങ്കിൽ, ഒരു സ്വാർത്ഥത ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രണയാണത്? സ്നേഹത്തിൽ അതൊക്കെ വരും. അപ്പൊ അങ്ങനെ പറഞ്ഞു, അതൊരു തള്ളല്ലേ. അത് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാളും ഹൈറായ ആൾക്കാരെ അല്ലാഹു തആല നിങ്ങൾക്ക് പകരം തന്നില്ലേ. ആരാണ് ഇപ്പൊ ആള്? നമ്മൾ തന്നെയാണ്. അതിനേക്കാളൊക്കെ ഹൈറായ ആൾക്കാരെ അല്ലാഹു തആല നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ? ഞാൻ താളപ്പടി ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ കാണാം, ഇവിടെ 2 വലിയ രോമം ഉണ്ടായിരുന്നു, അതുങ്ങൾ നീച്ചു നിന്നാണ് ദേഷ്യം പിടിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം പിടിച്ചാൽ ഏതൊക്കെ രോമങ്ങളാണ് നീച്ചിക്കുക എന്ന് ഹദീസിലുണ്ട്. നമുക്ക് ദേഷ്യം പിടിച്ചാൽ ഏത് രോമാണ് നീച്ചിക്കുക എന്ന് ഭാര്യക്ക് അറിയോ? ആരപ്പോ രോമം നോക്കണം? അല്ല, നിങ്ങൾ ആരോടെങ്കിലും ഭാര്യനോട് ചോദിച്ചുവാണെങ്കിൽ ഞാൻ കുറെ എന്നോട് ദേഷ്യം പിടിച്ചിരുന്നു, എന്റെ ഏത് രോമാണ് നീച്ചിന്ന്, അതിന് ആരാ വെച്ചാൽ രോമം നോക്കണമെന്ന് നോക്കില്ലേ? അതാണ് അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. എന്നോട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിൽ എത്ര മുടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നാണ് പറഞ്ഞത്. മുസ്തഫ നബിന്റെ തലയിൽ എത്ര മുടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയുന്നു. അതാണ് തങ്ങളെ വല്യപ്പാന്റെ പവർ. നമ്മൾ ആരെങ്കിലും വല്യപ്പാന്റെ മുടി എത്ര ഉണ്ടായിരുന്നു എന്നല്ല, തലക്ക് മുടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കഷണ്ടി അതിനും തോന്നുന്നുണ്ട് പറയില്ലേ? മുടി ഉണ്ടോ ഇല്ലയെന്ന് തന്നെ അറിയോ? എന്നിട്ടല്ലേ എണ്ണം പിടിക്കല്. നമ്മളെ തലമുടി എത്ര ഉണ്ടെന്ന് ആർക്കാ അറിയാം? എന്നാ അള്ളാഹുവിന്റെ റസൂലിന്റെ താടിയിലും തലയിലും എത്ര മുടി നരച്ചിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ 17 നരച്ചിരുന്നു. ഇബ്നു കസീർ ബിദായത്തുൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സബഅത്ത് അശ്റ നരച്ചിരുന്നു, 17 മുടി, 18 എന്നുള്ള അഭിപ്രായമുണ്ട്. ഇതൊക്കെ ആരാ എണ്ണി വെക്കണില്ലേ? അപ്പൊ ഈ ആൾ ആരായിരിക്കും? നോക്കിക്കാണുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഈ ആൾ ആരായിരിക്കും? മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിരുന്നില്ല, ആരോടും പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ മുസ്തഫ നബിയുടെ പ്രഥമ സഹധർമ്മിണിയായ ഖദീജയോട് എന്റെ ഹൃദയത്തിൽ വല്ലാത്ത വിമിഷ്ടമായിരുന്നു, പ്രയാസമായിരുന്നു. കാരണം സദാ അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ പ്രശംസിക്കുമായിരുന്നു. സഹി കെട്ടിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ആ തള്ളൻ എങ്ങനെ പറയാൻ നിൽക്കണോ മുത്തുനബിയെ? അതിനേക്കാളൊക്കെ മുന്തിയ ആളുകൾ ഇപ്പൊ നിങ്ങളെ മുന്നിൽ തന്നെ ഇല്ലയെന്ന് വെച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഉടനടി പറഞ്ഞു, ലാ വല്ലാഹി മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ മെച്ചപ്പെട്ട ഒരു പെണ്ണിനെ പടച്ചവൻ എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് തുറന്നടിച്ചു ആയിഷ ഉമ്മന്റെ മുഖത്ത് നോക്കി മുഹമ്മദ് മുസ്തഫ. ഇതാണ് അവര് തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം എങ്ങനെയാണ് വായിച്ച് പഠിച്ചാണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ഓരോ ദാമ്പത്യ ജീവിതത്തിന്റെ ഓരോ കണ്ണികളും കുടുംബിനികളും ഓരോ ആളുകളും അള്ളാഹുവിന്റെ വഴി നടത്തൽ മാത്രമാണ് എന്ന് നിഷ്പ്രയാസം കൃത്യമായി ബോധ്യപ്പെടും. എങ്ങനെയാണ് വായിച്ചു പഠിച്ചാൽ. കാരണം 25 വയസ്സ് മുതൽ 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉമ്മാന്റെ പ്രായമുള്ള ഒരു സ്ത്രീയെ മുമ്പ് 2 ഭർത്താക്കന്മാർ വിവാഹം കഴിച്ച് അവരിലൊക്കെ കുട്ടികളുള്ള, തുറന്നു പറഞ്ഞാൽ ആയിഷ ഉമ്മന്റെ ഭാഷയിൽ ഒരു തള്ളനെ ഭാര്യയായി കൊണ്ടു നടന്നു. ആ 1/4 നൂറ്റാണ്ട് ഇവരുടെ ഇടയിൽ ഒരു സെക്കൻഡ് പോലും സൗന്ദര്യ പിണക്കം പോലും സംഭവിച്ചില്ല എന്നത് ലോക ചരിത്രം വായിക്കുന്ന ഒരു പഠിതാവിന് ഹൃദയം കോരിത്തരിച്ച് ഞെട്ടിത്തെറിച്ചല്ലാതെ അധ്യായം പൂർത്തിയാക്കാൻ കഴിയില്ല. അതാണ് അവരുടെ ജീവിതം, ഖദീജ ഉമ്മന്റെ ജീവിതം. അവരുടെ കൽവിൽ വേറെ ഒന്നുമില്ല. മുഹമ്മദ് മുസ്തഫാന്റെ ഇഷ്ടം അവരുടെ ഇഷ്ടം, റസൂലുള്ളാഹിന്റെ ദുഃഖം അവരെ ദുഃഖം, റസൂലുള്ളാഹിന്റെ സന്തോഷം അവരെ സന്തോഷം, റസൂലുള്ളാഹിന്റെ സന്താപം അവരെ സന്താപം, റസൂലുള്ളാഹിന്റെ വിജയം അവരെ വിജയം, റസൂലുള്ളാഹിന്റെ പരാജയം അവരുടെ പരാജയം, റസൂലുള്ളാഹിന്റെ ദുഃഖം അവരുടെ ദുഃഖം, റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ പുഞ്ചിരി അവരുടെ പുഞ്ചിരി, റസൂലുള്ളാഹിന്റെ സ്നേഹം അവരുടെ സ്നേഹം. ഹബീബിന് വേണ്ടി മാത്രം ജീവിച്ചു വഫാത്തായ ഒരു പെണ്ണല്ല, സ്വർഗ സ്ത്രീരത്നങ്ങളുടെ രാജാത്തിയായ, പഴയ കാലത്ത് തന്നെ സയ്യിദത്തു നിസായി ഖുറൈശി എന്ന ലോകത്ത് അറിയപ്പെട്ട ചരിത്രനാമത്തിൽ പ്രസിദ്ധയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. ചിന്തിക്കണേ. അവരുടെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ പലപ്പോഴും ഹൃദയം പ്രകമ്പനം കൊള്ളുകയാണ്.
ചിലപ്പോൾ ഹൃദയം കോരിത്തരിക്കുകയാണ്, ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, ചിലപ്പോൾ തമാശ കൊണ്ട് പുഞ്ചിരി വിടരുകയാണ്, ചിലപ്പോഴൊക്കെ അവരുടെ ഓർമ്മകളിൽ ഹൃദയം നൊന്ത് വേദനിച്ചുകൊണ്ട് കണ്ണീര് വാർക്കുകയാണ്. സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ. ഖദീജാവിന്റെ പേരിങ്ങനെ പറയുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു കുന്നാണ് ജബലുന്നൂർ. ആ പേരിങ്ങനെ പറയുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കുറെ കരിമ്പാറക്കെട്ടുകൾ കുന്നുകൂടി വരും. അതിന്റെ പേരാണ് ജബലുന്നൂർ. ജബലുന്നൂർ കണ്ടുകണോ? കണ്ടിട്ടില്ലേ? പടച്ചോനെ ജബലുന്നൂർ കണ്ടിട്ടില്ലേ? കണ്ടില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു പലവട്ടം പോവാൻ തൗഫീഖ് ചെയ്യട്ടെ. ജബലുന്നൂറിന്റെ അടിയിൽ ഇങ്ങനെ പോയി നിന്നിട്ട് മേൽക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ പാറക്കെട്ടുകളല്ല കാണുക, എന്റെ മുമ്പിൽ ഒരു 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 ഉമ്മ അങ്ങനെ വരും കണ്ണിന്റെ മുമ്പിൽ. എപ്പോ നോക്കിയാലും ഇവിടെ ഒരു പെട്ടി, ഇവിടെ ഒരു പെട്ടി, എന്നിട്ട് ഇങ്ങനെ ആ കുന്ന് കയറുന്ന ഒരു 50 വയസ്സുള്ള ഒരു ഉമ്മ കൽബിൽ ഇങ്ങനെ വരും. ഖദീജത്തുൽ കുബ്രാ. ലോക ചരിത്രത്തിലെ വലിയ അത്ഭുതമല്ലേ അത്? ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇത്ര വലിയ കുത്തനെയുള്ള കരിമ്പാറ കെട്ട് അന്നത്തെ കാലത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലഗേജ് താങ്ങിയിട്ട് 50 കഴിഞ്ഞ പിന്നെ തള്ളാന്നാണ് അറബി പറയാ. 50 കഴിഞ്ഞ ഒരു പെമ്പറന്നോള് തന്റെ ഭർത്താവിനെ തേടി 2 തോളിലും ലഗേജ് വഹിച്ചുകൊണ്ട് ആ കറുത്ത കരിമ്പാറ കെട്ടുകൾ വെയില് കൊണ്ടുകൊണ്ട് വേർത്തൊലിച്ച് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ആ കയറുന്ന കൽബിന്റെ ഉള്ളിൽ എത്രമേൽ പെടക്കണം ഈ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറളുൻ അലൽ ഉമമി മൗലായ صل وسلم دائما ابدا على حبيبك خير. പലപ്പോഴും പതിരാവിന്റെ ഉള്ളറയിൽ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ വിയോഗാനന്തരം ആ ശറഫാക്കപ്പെട്ട ഖബറിൽ പോയി നോക്കിയിട്ട് കണ്ണീര് വാർത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ലോകത്ത് ഒറ്റപ്പെടുത്തപ്പെട്ട എന്നാൽ രക്ഷപ്പെടുത്തപ്പെട്ട ഹൃദയത്തിന്റെ സുഗന്ധം പോലെ വസന്തം പോലെ ലോകാത്ഭുതങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന പ്രഭാജ്യോതിർഗോളം പോലെ ലോക മനുഷ്യന്റെ ഹൃദയങ്ങളിൽ എന്നെന്നും സ്ഥിരപ്രതിഷ്ഠയുള്ള ഇഷ്ടിന്റെ രാജനായ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മങ്ങാത്ത മായാത്ത അനശ്വര സ്മരണയായ അനശ്വര പ്രണയമായ അനശ്വര പ്രാണനായ പ്രാണന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ജബലുന്നൂറിന്റെ ഉത്തുംഗതയിൽ നിന്ന് ജിബ്രീലിന്റെ വഹയിന്റെ സന്ദേശം നെഞ്ചത്തേക്ക് പ്രകാശമായി അടിച്ചു വീശിയപ്പോൾ വഹയിന്റെ സന്ദേശത്തിന്റെ മുമ്പിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങിയിട്ട് നുബുവത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതിന്റെ പെടക്കുന്ന പേടിയുമായി പനിക്കുന്ന മേനിയുമായി തന്റെ സഹധർമ്മിണിയുടെ അരികിലേക്ക് ഭീതിയുടെ വക്താവായി വിറക്കുന്ന ശരീരമായി പനിക്കുന്ന അവസ്ഥയിൽ ഇറങ്ങി വന്നപ്പോൾ സമ്മിലൂനീ എന്ന പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ സ്നേഹത്തിന്റെ മടിശീല വിരിച്ചു കൊടുത്ത ലോകരാജമണി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ. ഇങ്ങനെ ഒരു പെണ്ണ് വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞാ തീരുമില്ല. ഞാനൊരു പോതിക്കൊന്ന് നീട്ടിന്ന് മാത്രം. അത്ര ലോക അത്ഭുത സൗന്ദര്യത്തിന്റെ ആധ്യാത്മികതയുടെ ബുദ്ധിയുടെ റാണിയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു. ആ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിറച്ച് വരുമ്പോ മടിയണ്ട് നീട്ടി കൊടുത്തിട്ട് ഇവിടെ കിടക്കുന്ന നെഞ്ഞിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ പടച്ചോൻ വെറുതാക്കൂല.
സത്യത്തിൽ എനിക്ക് ചരിത്രം മൊത്തം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഖദീജാവിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് എന്നാണ്. പക്ഷെ അത് ഭർത്താവിനെ അറിയിച്ചില്ല. എന്നിട്ട് നെഞ്ഞിങ്ങനെ കഴിഞ്ഞോളി, അവിടെ കിടന്നോളി, നാളെ അല്ല വെറുതാകൂല, നിങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒട്ട് പിശാച്ച് കേറില്ല, വല്ലാഹി അത് നിങ്ങള് വെറുതാക്കൂല. എന്നൊക്കെ തസീലു റഹിമ, നിങ്ങള് കുടുംബം ചേർക്കണ ആക്കണല്ലേ, തമിഴിൽ കല്ല തക്സിബുൽ മാധൂമ. നിങ്ങളെന്തായി പറഞ്ഞ്? നിങ്ങൾ പാവങ്ങളെ തൊഴനല്ലേ, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളല്ലേ, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ, കുടുംബം ചേർത്തുന്ന ആളല്ലേ, നിങ്ങളെ പിശാച്ച് ബാധിക്കൂല, നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ അപ്പോഴും ഉള്ളിലൊരു ബേജാറുണ്ട്, അത് ഭർത്താവിനെ അറിയിച്ചില്ല. അതുകൊണ്ടാണ് വറക്കത്ത് ബിൻ ഔഫൽ എന്ന അവരുടെ എളാപ്പാന്റെ മോന്റെ അടുത്ത് കൊണ്ടുപോയത്. കുറച്ച് പ്രായമുള്ള കണ്ണിനൊക്കെ അന്ധത ബാധിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിനടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഖദീജ ഉമ്മ തന്റെ ബേജാറ് മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞ്, ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. ഉറക്ക രണ്ടാളി നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞ്, പേടിക്കണ്ട, അത് മൂസാ നബിന്റെ അടുത്തേക്ക് ഇറങ്ങിയ ജിബ്രീലാണ്, നാമൂസാണ്, പേടിക്കണ്ട, ഇത് നിങ്ങൾ ഈ ഉലകത്തിന്റെ പ്രവാചകനാണ് എന്നതിന് തെളിവാണ് മോനെ. ഒരു കാലത്ത് ഈ നാട്ടുകാര്യങ്ങളെ പുറത്താക്കും. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വലങ്കയായി കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന് വറക്കത്ത് ബിൻ നൗഫൽ. വലിയ മഹാനാണ്, അള്ളാഹു ഒരു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ വന്നപ്പോഴേക്ക് അവർ ഖബറിലായി പോയി. റസൂലുള്ള അവരെ സ്മരിച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. അള്ളാഹു തആല അവരെ കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലേ ആയിഷ ബീവി കുറച്ചും കൂടി കേറിയിട്ട് സ്വാർത്ഥതയോടുകൂടി പറഞ്ഞു, നിങ്ങളെ ഞാനില്ലേ, അതിനേക്കാളൊക്കെ ഉഷാറല്ലേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലും മുഖം കണ്ട് വിവർന്നായി എന്നാണ്. എന്നിട്ട് കണ്ണിന്ന് വെള്ളം കണ്ടെടുത്തിട്ട് പറഞ്ഞു, ഇല്ല ആയിഷ, എന്റെ ഖദീജയേക്കാൾ ഖൈറായ ഒരാളെയും അല്ലാഹു എനിക്ക് പകരമാക്കിയിട്ടില്ല. അവരെ എന്നെ വാസ്തവമാക്കിയത് ജനങ്ങളൊക്കെ എന്നെ കളവാക്കുന്ന സന്ദർഭത്തിലാണ് ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ജനങ്ങൾ മുഴുവൻ എന്നെ അവിശ്വസിക്കുമ്പോൾ എന്നെ നെഞ്ചിലേറ്റിയ പെണ്ണാണ്. ഞാനൊന്നുമല്ലാതെ ദരിദ്രനായി വളർന്ന് കിടക്കാൻ തിണ്ണയില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ യതീമായി വളർന്ന് വലുതായി. പിന്നെയും ഞാൻ ദാരിദ്ര്യത്തിന്റെ കൊടും പട്ടിണിയിലായി കഴിയുന്ന സമയത്ത് കയ്യിലുള്ളത് മുഴുവനും എനിക്ക് തന്നുകൊണ്ട് എന്നെ ധനാഢ്യനാക്കിയതും എന്റെ പ്രയാസങ്ങൾ തീർത്തതും എന്റെ ഖദീജയാണ് ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പോരായിഷ, അള്ളാഹു എനിക്ക് നൽകിയ മക്കളെ മുഴുവനും നൽകിയത് ഖദീജയിലൂടെയാണ് ആയിഷ. അതുകൊണ്ട് ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി അള്ളാഹു പകരം തന്നിട്ടില്ല എന്ന് വളച്ചുകെട്ടില്ലാതെ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വിയോഗം പ്രാപിച്ച സഹധർമ്മിണിയുടെ ഓർമ്മയിൽ കണ്ണീര് വാർക്കുന്ന അള്ളാന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി. അതാണല്ലോ ശരിക്കുള്ള സ്നേഹം. പുതിയ പുതിയ ഭാര്യമാരെ, അതെന്നെ ചെറുപ്പക്കാർത്തികളൊക്കെ കിട്ടിയപ്പോ അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് മരിച്ചുപോയ ഭാര്യയെ മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി വാചകടി നടത്തില്ലല്ലോ. അപ്പോഴും ഖബറിൽ കിടക്കുന്ന ഖദീജ ഉമ്മയെ നെഞ്ചിൽ വഹിച്ച് കണ്ണീരോടെ വാനോളം പുകഴ്ത്തി പ്രശംസിച്ച് അവരെ പേരിൽ ആടിനർത്തുകൊണ്ട് അവരുടെ ഇഷ്ടജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സ്നേഹനിധിയായ ഭർത്താവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെ മറക്കാൻ പറ്റുമോ? ജനങ്ങൾ മുഴുവനും തള്ളിയൊരു സമയമുണ്ട്. അപ്പോഴാണ് മടിശീല നീട്ടിയിട്ട് നെഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞത്. അവരെ മറക്കാൻ പറ്റൂല. അവരെ മറന്നാൽ അവൻ മനുഷ്യനല്ല. ചില ദിവസം അടി കിട്ടിയിട്ടാണ് വരിക. ചില ദിവസം ബിലാൽ റളിയല്ലാഹു തആലാനെ തകരയിലിരുത്തിയിട്ട് ഇങ്ങനെ ഉമ്മയ്യത്ത് ഇങ്ങനെ ചൂടാക്കണേ കാണുമ്പോ വിഷമിച്ചുകൊണ്ട് ഖദീജമ്മന്റെ അടുത്ത് ഓടി വരും. അപ്പൊ ഖദീജമ്മ മുഖം കണ്ടാ അറിയും വിഷമമുണ്ടെന്ന്. ഇതെന്താന്ന് പ്രശ്നം നോക്കും. അപ്പൊ അങ്ങനെ രംഗം കണ്ട് അപ്പൊ അതിനെ നല്ലോണം ആസ്വദിപ്പിക്കും. ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഖദീജ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്തേ? എന്നെ അബൂജാഹിലും ഉത്ബത്തും ശൈബത്തും ഒക്കെ കൂടി തിന്നാൻ പകല്ലാത്ത ഫക്കീർ എന്ന് വിളിച്ചിരിക്കണ. അപ്പൊ ഒരഭിപ്രായത്തിൽ ഖദീജാവി പറഞ്ഞു, നിങ്ങൾ ഫക്കീറോ? നിങ്ങൾ ആരാ ഫക്കീർ എന്ന് വിളിച്ചത്? ഇതാ എടുത്തോളി എടുത്തോളി എടുത്തോളി
എടുത്തോളി. ഖദീജാവിന്റെ കസ്റ്റഡിയിൽ എത്ര ലക്ഷങ്ങളുണ്ടോ അത് മുഴുവനും ചാക്ക് കണക്കിന് മുത്തുനബിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇന്ന് മുതൽ നിങ്ങളിതാണ്, ഇവിടെ ഫക്കീറത്ത് ഞാനാണ്, നിങ്ങൾ മൗലാലിയാണെന്ന് പറഞ്ഞു ഖദീജത്തുൽ കുബ്ര. ഇതിന്റെ മേലെ ഞാൻ എന്താ ഉള്ളത്? ഞങ്ങളെ പരീക്കുന്ന ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് തരുവാ. എടുത്തോളി. വേണം നോമ്പറന്ന ബാക്കി പത്തിരിപ്പൊട്ടുണ്ടാവും. എടുത്തോളി എന്ന് പറയും. നിങ്ങള് വേറെ എന്താ തരിക? എല്ലാത്തിനും കളിക്കാം. പൈസമ്മ കളിച്ചാൽ സ്വഭാവം ഉണ്ടാറിയ ഫക്കീർ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ചില്ലറ മിനിറ്റ് കൊണ്ട് ഈ ഫക്കീർ എന്ന് പറയപ്പെട്ട ഭർത്താവിനെ മുതലാളിയാക്കി ഖദീജത്തുൽ കുബ്ര. മറക്കാൻ പറ്റുമോ? അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അല്ലാഹു അതിലേക്കാണ് വിശുദ്ധമായ സൂറത്തുൽ ളുഹായിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. മുസ്തഫ നബിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ഹൃദയമാകുന്ന കൊട്ടാരത്തിലെ രാജാത്തിയെ പോലെ അനശ്വര സ്മരണയിൽ സ്ഥിരപ്രതിഷ്ഠയുള്ള ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത വനിതയല്ലയോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. മസ്ജിദുൽ ജിന്ന് കടന്നുപോയി. ഇരുഭാഗങ്ങളിലുള്ള ഈത്തപ്പഴത്തോട്ടങ്ങളിലൂടെ ആകാശത്തിന് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന കരിമ്പാറ കെട്ടുകൾ പോലെയുള്ള മലകൾ നോക്കി നമ്മുടെ ഉമ്മയുടെ ചരിത്രബോധമുള്ള കൽബോടെ ഹദറത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആദ്യമായി പോകുന്നവരുടെ കൽബാണെങ്കിലോ വിറക്കുന്ന സന്ദർഭമാണ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന സന്ദർഭമാണ്. ആ ഖബർ നോക്കിയിട്ട് ഇത്തിരി പിറകിലായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. കാല് അറിയാതെ ഭൂമിയിലേക്ക് വലിഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭമാണ്. ഈ കിടക്കുന്ന ഉമ്മയല്ലയോ എന്റെ ഹബീബിന് വേണ്ടി 50 പ്രായം കഴിഞ്ഞപ്പോഴും 2 കൈയിലും ഹബീബിന് കഴിക്കാനുള്ള പലഹാരത്തിന്റെ പെട്ടിയുമായി തീഷ്ണമായ ഉഷ്ണ സമയത്ത് വേർത്തൊലിച്ചുകൊണ്ട് 50 പിന്നിട്ട് ഒരു പെൺമരുത്തി ഒരാളെ തിരിഞ്ഞുകൊണ്ട് കരിമ്പാറക്കെട്ട് കയറിയിട്ട് ത്യാഗനിർഭരമായ സേവനം ചെയ്തു. അപ്പോഴല്ലയോ ഒരിക്കൽ മുസ്തഫ നബിയോട് ജിബ്രീൽ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജത്തു ഖദ് അതത്ക യാ റസൂലല്ലാഹ്. ഒരിക്കല് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ജിബ്രീൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജാവ് ഇങ്ങനെ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ജിബ്രീൽ വല്ലാത്തൊരങ്ങല്ലത്, സുബ്ഹാനല്ലാഹ്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുസ്തഫ നബിയോട് നബി ഖദീജ വരണേ, ഖദീജ വരണേ, അതുകൊണ്ട് എന്റെ ഒരു സലാം പറഞ്ഞാളി നിങ്ങൾ ഖദീജനോട് എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഇനി ഇതിന്റെ മേലൊന്നുമില്ല, കിട്ടി. ഖദീജാവിക്ക് ആ പാറന്റെ മേലിന് എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടി. എന്റെ ഒരു സലാം പറഞ്ഞാളി എന്ന് ജിബ്രീൽ. പോരാ, അള്ളാന്റെ സലാമും പറഞ്ഞാളി. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ സലാം പറയാ? അള്ളാന്റെ സലാം. മുസ്തഫ നബി ഖദീജ ഉമ്മ വന്നപ്പോ പറഞ്ഞു, ഖദീജ എന്നോട് അള്ളയും സലാം പറഞ്ഞിരിക്കണേ, ജിബ്രീലും സലാം പറഞ്ഞിരിക്കണേ. നമ്മളെ പെണ്ണുങ്ങളാണ് ആ കുടുങ്ങൂല. എങ്ങനെ ഇപ്പൊ ഗ്രാമർ ഒപ്പിച്ച് മറുപടി പറയാം? ഖദീജ അമ്മ ഉടനെ തന്നെ പറഞ്ഞു, 2 ആളും സലാം പറഞ്ഞിരിക്കണോ? എന്നാ കേട്ടോളി. ഇന്നല്ലാഹു ഹുവസ്സലാം വമിൻഹുസ്സലാം വഇലൈഹി യർജിഉസ്സലാം وعلى جبريل السلام وعليكم السلام يا رسول الله. അല്ലാഹുവാണ് സലാം, അവനിലേക്കാണ് സലാം, അവനിൽ നിന്നാണ് സലാം. എനിക്ക് സലാം പറഞ്ഞ ജിബ്രീലിനാണ് സലാം, ഇനി അങ്ങേക്കുമാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ സലാം. പഠിച്ചു വന്ന് പകർന്നതുപോലെ ലോകത്ത് മിടുക്കിയായ പണ്ഡിതയായ ഈമാനിന്റെ നിറകുടമായ ഇഷ്കിന്റെ പെൺമരുത്തിയായ ഇഷ്കിന്റെ സ്ത്രീ വിഭാഗത്തിന്റെ വരച്ചു കാണിക്കാവുന്ന എന്നത്തേക്കുമുള്ള ചരിത്രമായ ചിത്രമായ അള്ളാന്റെ ഹബീബിന്റെ ഹൃദയത്തിൽ സ്ഥിരവാസമുറപ്പിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹാ ജിബ്രീൽ പിന്നെയും പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു മുളയുടെ കൊട്ടാരമുണ്ടെന്ന് പറയണേ. ലാ നസബ ഫീ, ആ മുളക്കൊട്ടാരത്തിൽ ക്ലേശമില്ല, ദുഃഖമില്ല, ഭാരമില്ല, പ്രയാസമില്ല. അങ്ങനെ ഒരു കൊട്ടാരം അങ്ങയുടെ സാദർമണിക്ക് സ്വർഗത്തിൽ പടച്ചവൻ ഒരുക്കി എന്നും പറയണേ എന്ന് ആ പാറപ്പുറത്ത് ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് ഖദീജയുടെ കാലച്ച കേട്ടപ്പോൾ മുസ്തഫ നബിയോട് സ്വകാര്യം പറയുന്ന സാക്ഷാൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതിന്റെ മേലെന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഇത്ര വലിയ പത്രാസും പവറും ഇത്ര വലിയ സമ്പൽ സമൃദ്ധിയുടെ രാജാത്തൊക്കെ ആയിട്ട് ഈ ആൾക്ക് വേണ്ടിയിട്ട് മുഴുവനും നഷ്ടപ്പെട്ടു. വഫാത്തിന്റെ കുറച്ചു മുമ്പ് രോഗിണി ആയതെന്ന് പറയണ, ഞാൻ ദീർഘമായിട്ട് പറയില്ല. അള്ളാന്റെ റസൂലും സഹാബാക്കളും ഖദീജാബിയും ഒക്കെ ഈമാന് സ്വീകരിച്ചു, സത്യം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ 3 കൊല്ലമാണ് മലന്റെ മുകളിൽ കഠോരമായ പീഡനത്തിന് പാത്രീഭവിച്ചത്. 3 കൊല്ലമാണ്. വെള്ളമില്ല, കാരക്കല്ല. ഖദീജാബിയെ നല്ലതൊക്കെ തിന്നു കുടിച്ച് പരിചയമുള്ള ഒരു പെണ്ണൊരുത്തിയാണ്. പക്ഷേ മലന്റെ മുകളിൽ നിന്ന് തിന്നാൻ കിട്ടിയ എന്താ നിങ്ങള്, അവിടെയുള്ള പച്ചിലകൾ പറിച്ചിരുന്നു. എന്നിട്ട് രോഗിണിയായി, ആരോഗ്യം മുഴുവനും പോയി. അങ്ങനെയാണ് കുന്നിന്റെ മുകളിൽ നിന്ന് വീട്ടിൽ ഇറങ്ങുന്നത്. അതിലാണ് വഫാത്താണ്. പിന്നെ എണീച്ചിട്ടില്ല. ഓരോ ദിവസങ്ങളിലും ആരോഗ്യം വഷളാവുകയാണ്, തിന്നാൻ കിട്ടാനായിട്ട്. കാരണം മക്കയിലെ ഖുറൈശികൾ ഉപരോധം ഏർപ്പെടുത്തി, ഭക്ഷ്യ ഉപരോധം ഏർപ്പെടുത്തി, ബഹിഷ്കരണായി, തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്നായി. മലന്റെ മുകളില് ഭാര്യനെയും കുട്ടികളെയും അനുയായികളുമായി കഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ 3 കൊല്ലാണ് തുടർന്നത്. 3 കൊല്ലം. അന്ന് അവര് മൂത്രമൊഴിക്കുമ്പോ കട്ടൻ ചായന്റെ കളറായിരുന്നു എന്നാണ്. അവരുടെ മലത്തെ കുറിച്ച് പോലും ഹദീസിലുണ്ട്, ആട്ടിൻകുട്ടിയുടെ കാഷ്ടം പോലെയായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. തിന്നാലേറ്റ് രാത്രി മൂത്രയിക്കാൻ പോയ ആൾക്കാര് മണ്ണ് മാന്തി വെക്കും, അടിയിൽ എന്തെങ്കിലും ഉണ്ടോ. ഒരു തോല് കിട്ടിയാൽ എല്ലാരും വിളിക്കും, ഇവിടെ ഒരു തിന്നാൻ സാധനം കിട്ടിക്കൊണ്ട് ഓടി വരുന്നത്. ആ തോല് എല്ലാരും കൂടി ഓരിച്ചിട്ട് കഴുകിയിട്ട് തിന്നും, വേറെ നടക്കും. അങ്ങനെയാണ് 3 കൊല്ലം അവർ കഴിഞ്ഞത്. അതിൽ രോഗിണിയായി ഖദീജത്തുൽ കുബ്ര. പക്ഷെ അപ്പോഴും അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ നോക്കിയിട്ട് കരയും. കാരണം ഈ കഷ്ടപ്പാടുകളുടെ കറുത്ത അധ്യായങ്ങൾ കഴിഞ്ഞാൽ ജനങ്ങൾ പാട്ടുപാടി നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സമുന്നതമായ ഭരണാധികാര തലത്തിലേക്ക് എത്തുന്ന ഒരു രംഗം നിങ്ങൾക്ക് വരാണ്ട്, അന്നത് കണ്ട് സന്തോഷിക്കാൻ ഞാനില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ എന്ന് പറഞ്ഞ് അപ്പോഴും ഹബീബിനെ ഓർത്തുകൊണ്ട് ഹബീബിന്റെ സന്തോഷ സമയത്ത് അത് കാണാണ്ടാവൂല എന്നുള്ള ദുഃഖത്തിൽ കരയുന്ന ഖദീജത്തുൽ കുബ്ര. ആ ഖദീജ പറഞ്ഞു, ഞാൻ വഫാത്തായാല് എന്നെ നിങ്ങൾ കഫൻ ചെയ്യുമ്പോ ഇന്ന സ്ഥലത്ത് ഞാൻ തുണിക്കഷ്ണം വെച്ചിട്ടുണ്ട്, അടുത്തിട്ട് നിങ്ങൾ മറയണം എന്ന് പറഞ്ഞു. ഖദീജ ഉമ്മ വേർപിരിഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂല് ഖദീജ ബി എടുത്തു വെച്ച കഫൻ തുണി എടുത്ത് കഫൻ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. കാരണം മക്കയിലെ ഏറ്റവും വലിയ രാജാത്തിയായിരുന്ന, ധനാഢ്യയായിരുന്ന, മക്കയിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയിലെ ആരെയും പിന്നിലാക്കുന്ന, സമ്പത്ത് കൊണ്ട് പേരെടുത്ത് പറയപ്പെടുന്ന ഒരു പെണ്ണ് അവസാനം ഈമാനെ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഒക്കെ പോയി ആരോഗ്യം പോയി, രോഗിണിയായി. അവസാനം കഫൻ ചെയ്യാനുള്ള തുണി 12ഓ 13ഓ സ്ഥലത്ത് തുന്നിപ്പിടിപ്പിച്ച തുണിയായിരുന്നു. അതിലേക്ക് നോക്കി പൊട്ടി പൊട്ടി കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. അവരെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെ ഉമ്മയാണ്. നമ്മളെ സ്വന്തം ഉമ്മയെ എങ്ങനെ ഓർക്കുന്നു അങ്ങനെ ഓർക്കണം. കാരണം അവര് നമ്മളെ ഉമ്മയാണ്. അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആഖിറത്തിൽ അവരെ വെച്ച് കാണാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അവരെ കൊട്ടാരത്തിന്റെ ജിവാറിൽ നമുക്ക് അള്ളാഹു പാർപ്പിടം പ്രദാനം ചെയ്യട്ടെ. ഖദീജാവിനെ സ്നേഹിച്ചവർ വെറുതെ ആവൂല, അവരെ കൂടെ സ്വർഗത്തിലാവും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. കാരണം അത്രമേൽ മുസ്തഫ നബിയുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയ സഹധർമ്മിണിയാണ്. അവരെ സ്നേഹിച്ച് അവരെ മദ്ഹ് പറഞ്ഞവർ, അവരെ ഉള്ളിൽ വഹിച്ചവർ ഒരിക്കലും വെറുതാവൂല. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബിന്നബിയിൽ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ വിട പറഞ്ഞ് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷവും മുസ്തഫ നബി ഖദീജ ഉമ്മയുടെ ഓർമ്മയിലായി ആടിനറുത്തുകൊണ്ട് മാംസം വിതരണം ചെയ്തിരുന്നു. അത്രമേൽ മുസ്തഫ നബിയുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സൽക്കാരത്തിന്റെ കുടില് കെട്ടിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിയുടെ മദ്ഹ് നമ്മൾ പറഞ്ഞത് മുത്തനബിക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിന്റെ ശഫാഅത്തുൻ നളറും മദദുമുള്ള വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11 സലാത്തിലിട്ട് ചെറിയ ദുആ, തങ്ങളൊരു ചെറിയ ദുആ നടത്തുന്നു. നിങ്ങൾക്ക് ചെറിയൊരു ദുആ നമ്മളൊരു ആഗ്രഹമാണ് ആർക്കൂല്ലേ? അതെ, തങ്ങൾ എൻ്റെ ഒരു ആഗ്രഹം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم. ഇന്ന് നമ്മളെ മുഅദ്ദിൻ ഉസ്താദ് ആർക്കും അഷ്റഫിക്ക് സൗണ്ട് അടഞ്ഞിട്ടുണ്ട്. ചെറിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم وصل بلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول أولا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين والصحابة والأولياء والعلماء والصالحين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أرواح من ماتوا منا خاصة وإلى حضرات أرواح من دفنوا علينا. اللهم اغفر لنا ولهم وارحمنا وإياهم. اللهم اجمع بيننا وبينهم في دار جناتك الفردوس مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار. اللهم اجعلنا وإياهم من الشهداء المقبولين ولا تجعلنا ولا إياهم من الأشقياء المطرودين. اللهم اجعلنا وإياهم من اتقاء شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പഴയ കാലത്ത് തറാവീന് ശേഷം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുന്ന ഏതെങ്കിലും കവിതയൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ അർത്ഥം വെക്കുന്ന ഒരു സ്വഭാവം പഴയ തലമുറയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ വെള്ളിയാഴ്ച രാവിലെ